സക്കേവൂസിന് രക്ഷ ലഭിച്ചത് അവൻ ആ സിക്കമോർ മരത്തിന്റെ മുകളിലിരുന്ന് ഈശോയെ ഏറ്റവും ആർദ്രതയോടെ നോക്കിയപ്പോൾ. അന്ധയാചകൻ കരഞ്ഞ ഉൾക്കണ്ണുകൊണ്ട് ദൈവത്തെ നോക്കിയപ്പോൾ അവന് കാഴ്ചയുടെ വസന്തകാലം സമ്മാനിച്ച ദൈവം. ഈ ആരാധനയിലൂടെ കടന്നു പോകുന്ന നമുക്കും ഈശോയെ നോക്കി ആരാധിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സങ്കീർത്തനം 34 അധ്യായം 8 തിരുവചനം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവിനോട് വെളിപാട് പുസ്തകത്തിലൂടെ നമുക്കും പറയാം, കാഴ്ച നേടാനുള്ള അഞ്ജനം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന്. സക്കേവൂസ് ദൈവത്തെ കണ്ടപ്പോൾ, ദൈവത്തെ നോക്കിയപ്പോൾ സക്കേവൂസും സക്കേവൂസിന്റെ ഭവനവും രക്ഷ നേടിയതുപോലെ ഇന്ന് ഈ ആരാധനയിൽ, ഈ ആരാധനാ ഗീതങ്ങളിലൂടെ ഈശോയിലേക്ക് നോക്കി ഞങ്ങളുടെ എല്ലാ അന്ധകാരവും മാറ്റി ഞങ്ങൾക്ക് രക്ഷ നൽകണമേ എന്ന് മാത്രമേ ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ആരാധനയിൽ നിൽക്കുന്ന നമുക്ക് ചോദിക്കാം, എൻ്റെ ദൈവത്തെ നോക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകൾ ഏതൊക്കെയാ? എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളും മാറി ഞാനിപ്പോൾ എൻ്റെ ദൈവമേ, വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അഞ്ജനം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ ആരാധനയിലൂടെ അങ്ങയുടെ കാഴ്ച നൽകി അങ്ങേ കാണാനുള്ളൊരു അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ സമയത്ത് ഈശോയെ നോക്കി ഇഷ്ടമുള്ള ഈശോയുടെ ഒരു രൂപം ഇപ്പോൾ മനസ്സിൽ കാണട്ടെ. ആ രൂപത്തിലേക്ക് ഹൃദയവിചാരങ്ങളെല്ലാം സമർപ്പിച്ച്, കർത്താവിന്റെ എല്ലാ അന്ധകാരവും, നിന്നെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഈ ആരാധനയിലൂടെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് കാഴ്ച നേടുവാൻ, കണ്ണിലെഴുതാൻ അഞ്ജനം തരുന്ന ദിവ്യകാരുണ്യത്തോട് പാടി ആരാധിക്കുമ്പോൾ, ഈശോയെ നിന്നെ സക്കേവൂസ് കണ്ടതുപോലെ, നീ സക്കേവൂസിനെ കണ്ടതുപോലെ ഒരത്ഭുതം ഈ രാത്രി, ഒരു രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാ അഞ്ജനം തരൂ ദിവ്യകാരുണ്യമേ. കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാ അഞ്ജനം തരൂ ദിവ്യകാരുണ്യമേ. കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന, എന്നേരവും ആരാധന. ഈശോയെ നോക്കേണ്ടതിന് പകരം മറ്റു പല വസ്തുക്കളിലേക്കും നോക്കി ഞങ്ങളുടെ കാഴ്ച വികലമാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ മനസ്തപിച്ചുകൊണ്ട് ഈ ആരാധനയിലൂടെ കടന്നു പോകുന്നു. ഈശോയെ ദിവ്യകാരുണ്യത്തിൽ നോക്കാതെ, ഈശോ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നു എന്ന ആരാധനയിൽ തിരിച്ചറിയാതെ, അങ്ങിലേക്ക് നോക്കാതെ മറ്റു വ്യക്തികളിലേക്ക് നോക്കിയ ആ സങ്കടത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഈശോയെ മറ്റുള്ളവരിലേക്ക് നോക്കാതെ ഈശോയെ മാത്രം നോക്കി അങ്ങേ മാത്രം കാണുന്നവരായി തീർന്ന് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി കർത്താവായ ഈശോയെ ഒരിക്കൽ കൂടി ഞങ്ങൾ യാചിക്കുന്നു. കാഴ്ച നേടാൻ അങ്ങ് അഞ്ജനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, ഇന്നു മുതൽ അങ്ങേ നോക്കി ജീവിക്കുന്നവരാകാൻ, അങ്ങനെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്ന തിരുവചനം ഞങ്ങളിൽ ഇന്ന് ഈ ആരാധനയിലൂടെ സംജാതമാകാൻ, അങ്ങേ നോക്കി ജീവിക്കാൻ വേണ്ട കൃപാവരം യാചിച്ചുകൊണ്ട് ഞങ്ങൾ കാഴ്ച നേടണമേ, കാഴ്ച ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാ അഞ്ജനം തരൂ ദിവ്യകാരുണ്യമേ. കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന.
സ്വർഗരാജ്യം നിന്റെ ഉള്ളിലാണെന്ന് കർത്താവ് പറഞ്ഞ് മനുഷ്യരെ മഹത്വത്തിലേക്ക് ഉയർത്തിയ കർത്താവ്, മനുഷ്യരെ വേണ്ട രീതിയിൽ നോക്കാതെ ആന്തയാചകൻ പറഞ്ഞതുപോലെ അങ്ങ് തൊട്ടപ്പോൾ അവൻ മനുഷ്യരെ മരമായി കണ്ടതുപോലെ കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കാതെയും മനുഷ്യരെ സ്നേഹിക്കാതെയും കടന്നുപോയത് ഇപ്പോൾ ഓർക്കുന്നു. കർത്താവായ ഈശോയെ, മറ്റുള്ളവരെ നേർക്കാഴ്ചയിലൂടെ നോക്കാൻ, അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവമുണ്ടെന്ന ബോധ്യത്തോടുകൂടെ നോക്കാൻ കർത്താവെ, ഈ ആരാധന ഞങ്ങളെ സഹായിക്കട്ടെ. സമയത്ത് എല്ലാ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ കണ്ട ഈശോയെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ സ്നേഹത്തോടെ ആർദ്രഭാവത്തോടെ നോക്കിക്കാണാൻ പറ്റാതെ പോയ സമയങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളെ ഏറ്റവും നിഗ്രഹിക്കുന്ന രീതിയിൽ ഒരേറ്റവും മോശത്തോടുകൂടെ നോക്കിയ, അവരുടെ വസ്ത്രധാരണത്തെ, അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നോക്കി, ഒരു മനുഷ്യ ജീവിതത്തിന് കൊടുക്കേണ്ട വില നൽകാതെ നോക്കിയ നിമിഷങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അതെല്ലാം മാറ്റി ഒരു തെളിച്ചത്തോടുകൂടെ മനുഷ്യരെ നോക്കാൻ, ശത്രുതയെല്ലാം മാറ്റി, ബലിവസ്തു പോലും മാറ്റിവെച്ച് ശത്രുവിനെ സ്നേഹിച്ച് അവനോട് അനുരഞ്ജനത്തിലൂടെ കടന്നു വന്ന് ആരാധിക്കാൻ പറയുന്ന കർത്താവേ, ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങളുടെ ശത്രുക്കളെ, ഞങ്ങളെ വേദനിപ്പിച്ചവരെ, ഞങ്ങൾ മുറിവേൽപ്പിച്ചവരെ എല്ലാം ഓർക്കുന്നു. കർത്താവെ, അവരെ ഇന്നു മുതൽ ഒരു നല്ല കാഴ്ചയിലൂടെ നോക്കാൻ, ഞങ്ങളുടെ ഈ അന്ധമായ കണ്ണുകളിലൂടെ അവരെ നോക്കാതെ ദൈവിക കാഴ്ചയിലൂടെ, ദൈവികമായ കണ്ണുകളിലൂടെ, ദൈവികമായ നയനങ്ങളിലൂടെ അവരെ നോക്കാൻ വേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ ഇടവകയിലുള്ള, ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരെയും ഈശോയെ നീ നോക്കിയതുപോലെ നോക്കാൻ, കർത്താവെ, നിന്റെ കണ്ണുകളിലൂടെ നോക്കി ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, നിന്നെ ആരാധിക്കുന്നത് ഈ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് അവരെ നല്ലതായി നോക്കിക്കൊണ്ടാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, അങ്ങനെ ഞങ്ങളുടെ മറ്റുള്ളവരെ നോക്കുന്നതിൽ പിഴവ് വന്നുപോയ, ദാവീദ് നോക്കിയതുപോലെ മോശമായി നോക്കിയ ഞങ്ങളുടെ കാഴ്ചകളെല്ലാം കർത്താവെ, ആ കാഴ്ചകളെ ഒന്ന് വീണ്ടെടുത്ത് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണ് അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും തീക്ഷ്ണതയോടെ ഇന്നു മുതൽ മനുഷ്യരെ മനുഷ്യരായി കാണാൻ, ദൈവത്തിന്റെ സൃഷ്ടിയാണ് അവരെന്ന് ഓർത്തുകൊണ്ട് കർത്താവെ, അവരെ നോക്കിക്കണ്ട് അവരുടെ കരം പിടിച്ച് അങ്ങേ ആരാധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതേ ചൈതന്യത്താൽ കർത്താവെ ആരാധിക്കുമ്പോൾ ഞങ്ങളിലേക്ക് രക്ഷ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാൻ നെഞ്ചകത്തൊരു ദിവ്യകാരുണ്യമേ. കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാൻ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന, എന്നേരവും ആരാധന. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ, അത് അങ്ങയുടെ കരലാളനത്തിന്റെ പ്രതീകമാണെന്നറിയാതെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ, പ്രകൃതിയിൽ മോശമായ കാഴ്ചകളാക്കി ഞങ്ങളുടെ കണ്ണുകളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രകൃതിക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ അങ്ങയുടെ പരസ്യമാണ്, അങ്ങയുടെ രഹസ്യമാണ് ഈ പ്രകൃതി എന്ന് തിരിച്ചറിയാതെ ഈ പ്രകൃതിക്ക് ഞങ്ങൾ കാരണം മുറിവേൽപ്പിച്ച് ഞങ്ങൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത അനുഭവങ്ങളെല്ലാം ഇപ്പോൾ മാറ്റട്ടെ. പ്രകൃതി സ്നേഹിയായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി സൂര്യകീർത്തനത്തിൽ പറയുന്നത് പോലെ പ്രകൃതിയോടൊപ്പം ദൈവമേ അങ്ങേ ആരാധിക്കാൻ ഈ സമയത്ത് ഒരു കാഴ്ച അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു പുതിയ കാഴ്ച പ്രകൃതിയിലൂടെ അങ്ങേ ആരാധിക്കാൻ, അങ്ങ് പ്രകൃതിയിലൂടെ മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. എല്ലാം സൃഷ്ടിച്ച് മനുഷ്യന്റെ നന്മയ്ക്കായി കൊടുത്ത ദൈവമേ, പ്രകൃതിയിലൂടെ അങ്ങേ വാഴ്ത്തി അങ്ങേ കാണാൻ, പ്രകൃതിയിലെ ഓരോ ചരാചരങ്ങളിലും, മനുഷ്യരിലും മൃഗങ്ങളിലും പുല്ലിലും പൂവിലും വയലിലും ജലത്തിലും വായുവിലും മേഘങ്ങളിലും മലയിലുമെല്ലാം ഒളിഞ്ഞിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈ പ്രകൃതിയിൽ അങ്ങയെ കാണുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ലഭിക്കാനിട വരുത്തണമേ. അങ്ങനെ സ്വർഗം മണ്ണിൽ വന്ന ഒരു അനുഭവത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ മനുഷ്യനെ
ദൈവത്തെ, പ്രകൃതിയെ സ്നേഹിക്കാനുള്ള ഒരു കാഴ്ച ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ തുറന്നു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയിലൂടെ മഹത്വപ്പെടുത്തി ഈ സമയത്ത് പാടി ആരാധിക്കാം. എന്റെ മാത്രം ഉണ്ണീശോയെ, എന്റെ നോട്ടം നിന്നിലേക്ക് മാത്രമാക്കി ഞങ്ങൾ മാറ്റുന്നു. എന്റെ മാത്രം ഉണ്ണീശോയെ, പുൽക്കൂട്ടിൽ എനിക്ക് വേണ്ടി പിറന്ന ഉണ്ണീശോയെ, അങ്ങിൽ നോക്കി അങ്ങയുടെ പ്രകാശത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇനി അങ്ങേ നോക്കിയ കണ്ണുകൾ, അങ്ങേ അറിഞ്ഞ ഈ ജീവിതം കർത്താവ് ഏറ്റവും ചൈതന്യത്തിൻ്റെതാക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ മാത്രം ഉണ്ണീശോയേ, എന്റെ നോട്ടം നിന്നിൽ മാത്രം, ദിവ്യകാരുണ്യ ഈശോയേ, നിന്നെ ദർശിച്ച് നിന്റേതായി മാറാൻ ഈ ആരാധന ഞങ്ങളെ സഹായിക്കണമേ. പൊന്നും വെള്ളിയുമല്ല, ധനവും അധികാരവുമല്ല, എനിക്കെന്റെ ഈശോ മാത്രം മതി, എനിക്കെന്റെ ഈശോ മാത്രം മതി. സക്കേവൂസ് അനുഭവിച്ചതുപോലെ അവൻ ഇന്നലെ വരെ അവനെ ആരും സ്നേഹിച്ചിരുന്നില്ല, അവൻ ആരെയും സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ സിക്കമോർ മരത്തിന്റെ മുകളിൽ വെച്ച് കർത്താവ് അവനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകനെ, എനിക്കിന്ന് നിന്റെ വീട്ടിൽ വരാം, നിന്റെ കൂടെ സ്നേഹം പങ്കിടണം എന്ന് ഈശോ സക്കേവൂസിനെ ക്ഷണിച്ചപ്പോൾ സക്കേവൂസ് ഇറങ്ങി വന്ന് സക്കേവൂസിന്റെ നയനങ്ങളിലൂടെ ഈശോയെ നോക്കിയപ്പോൾ സക്കേവൂസ് ഇന്നലെ വരെ അറിയാത്ത ഒരാനന്ദത്തിന്റെ നിർവൃതി അറിഞ്ഞതുപോലെ, പ്രിയ സഹോദര സഹോദരി, നീ പലതിന്റെയും മുകളിലാണെങ്കിൽ, സിക്കമൂർ മരത്തിന്റെ മുകളിലിരുന്ന സക്കേവൂസിനെ പോലെ നീ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ഇരുന്ന് കർത്താവിനെ നോക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് എന്റെ ഈശോയെ, എനിക്ക് നീ മാത്രം മതി, പൊന്നും വെള്ളിയും മീറയും ഒന്നുമല്ല, മറ്റെന്ത് ധനമോ അധികാരമോ സ്ഥാനമാനങ്ങളോ അല്ല, ഇന്ന് എനിക്ക് നീ മാത്രം മതി, നിന്റെ സ്നേഹം മാത്രം മതി എന്ന് സക്കേവൂസിനെ പോലെ പറഞ്ഞ്, ഈശോയെ, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ഒരു ആഗ്രഹത്തെ അങ്ങ് സ്വീകരിക്കണമേ. യേശുവേ, നിന്നെ കാണാത്ത കണ്ണുകളില്ല, നിന്നെ കേൾക്കാത്ത കാതുകളില്ലെന്ന തിരിച്ചറിവോടെ ഞങ്ങൾ ഒന്നിച്ച് ഒരിക്കൽ കൂടി ആരാധിക്കുന്നു. കർത്താവേ, അങ്ങേ ആരാധിക്കുമ്പോൾ അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങൾക്കൊരു രക്ഷ ഇപ്പോൾ ഞങ്ങളുടെ കൺമുമ്പിൽ അങ്ങ് നൽകണമേ. ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ, ഞങ്ങളായിരിക്കുന്ന സ്ഥാപനങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളിലെല്ലാം ഓ ദൈവമേ, അങ്ങേ കണ്ടതിൻ്റെ ഒരു നിറവ്. പിന്നീട് സക്കേവൂസ് പാപം ചെയ്തില്ലെന്ന് തിരുവചനം, പിന്നീട് സക്കേവൂസിനെ സ്നേഹിക്കാൻ അനേകായിരങ്ങൾ ഉണ്ടായിരുന്നത് പോലെ ഈശോയെ, ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം മാറ്റി ഒരു നല്ല കാഴ്ച എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ജീവിതമാണ് ഞങ്ങളുടെ. പെട്ടെന്ന് തകർന്നു പോകുന്ന,
നിമിഷങ്ങൾക്കുള്ളിൽ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന ജീവിതമാണ് ഞങ്ങളുടെ. എന്നിട്ടും ഈശോയെ, നീ ഞങ്ങളോട് സക്കേവൂസിനോട് കാണിച്ചതുപോലെ കാരുണ്യം കാണിച്ച് ഒരു സ്നേഹത്തിന്റെ പുതുലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷീണം, ഞങ്ങൾ ഇത്രയും നേരം അധ്വാനിച്ചിട്ടും വലയിലൊരു മത്സ്യം പോലും ലഭിച്ചില്ലല്ലോ എന്ന് പത്രോസും കൂട്ടരും നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് കർത്താവ് ആരാധനയായി കണ്ട് അവർക്ക് 153 മത്സ്യത്തിന്റെ സമൃദ്ധി നൽകി അനുഗ്രഹിച്ചതുപോലെ കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കരം നീട്ടി നീ അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങേ കാണാത്ത കണ്ണുകളുണ്ടോ എന്ന് ഞങ്ങൾ ഈ സമയത്ത് സന്തോഷത്തോടെ ഏറ്റുപാടി വലിയൊരു നിറവിൻ്റെ ഒരു ആനന്ദത്തിൽ ഇപ്പോൾ പ്രിയ സ്നേഹിത, നീ എവിടെയുമാകട്ടെ, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നീ കടന്നു പോവാം. പക്ഷേ കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രിസ്തുവാ. ഇപ്പോൾ നീ ആരാധിക്കുന്ന നിന്റെ കർത്താവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിന്റെ മുൻപിലുണ്ട്. ഇനി ഒരുമിച്ച് സന്തോഷത്തോടെ നിറവോടുകൂടെ നമുക്ക് ആരാധിക്കാം. ഈശോയെ, അങ്ങേ കാണാത്ത കണ്ണുകളില്ലെന്ന് ഇരടുകളിലൂടെ ആരാധിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാണാത്ത കണ്ണുകളുണ്ടോ? യേശുവേ, അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ? നിൻ തിരുമുൻപിൽ കുമ്പിടാത്ത ശിരസ്സുകളുണ്ടോ നാഥാ? നിൻ തിരുമുൻപിൽ കുമ്പിടാത്ത ശിരസ്സുകളുണ്ടോ നാഥാ? യേശുവേ, അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ? നിൻ തിരുമുൻപിൽ വണങ്ങിടാത്ത കൈയുകളുണ്ടോ നാഥാ? നിൻ തിരുമുൻപിൽ വണങ്ങിടാത്ത കൈയുകളുണ്ടോ നാഥാ? യേശുവേ, അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ? നിൻ തിരുമുൻപിൽ മടങ്ങിടാത്ത മുട്ടുകളുണ്ടോ നാഥാ? നിൻ തിരുമുൻപിൽ മടങ്ങിടാത്ത മുട്ടുകളുണ്ടോ നാഥാ? യേശുവേ, അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ? നിൻ തിരുഗീതം ആലപിച്ചിടാത്ത അധരങ്ങളുണ്ടോ നാഥാ? നിൻ തിരുഗീതം ആലപിച്ചിടാത്ത
നാഥാ യേശുവേ അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ? നിൻ തിരുനാമം ഏറ്റു ചൊല്ലിടാത്ത നാവുകളുണ്ടോ നാഥാ നിൻ തിരുനാമം ഏറ്റു ചൊല്ലിടാത്ത നാവുകളുണ്ടോ നാഥാ യേശുവേ അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ? നിൻ തിരുവചനം കേട്ടിടാത്ത കാതുകളുണ്ടോ നാഥാ നിൻ തിരുവചനം കേട്ടിടാത്ത കാതുകളുണ്ടോ നാഥാ യേശുവേ അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ? യേശുവേ നിന്നെ ധ്യാനിച്ചിടാത്ത മനസ്സുകളുണ്ടോ നാഥാ യേശുവേ നിന്നെ ധ്യാനിച്ചിടാത്ത മനസ്സുകളുണ്ടോ നാഥാ യേശുവേ അങ്ങയെ കാണാത്ത കണ്ണുകളുണ്ടോ യേശുവേ, യേശുവേ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഈ ആരാധനയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും അങ്ങയെ കണ്ട് അങ്ങയിലൂടെ ചരിക്കുന്നവരായി തീരാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കുരിശിലെ യോഹന്നാനും ആവിലായിലെ ത്രേസ്യയും അങ്ങയെ കണ്ടും അങ്ങയെ ധ്യാനിച്ചും മനസ്സ് നിറഞ്ഞ് ആത്മീയ ഉന്മേഷത്താൽ നൃത്തം ചവിട്ടിയതുപോലെ ഈ ആരാധനയിലൂടെ കർത്താവെ അങ്ങയെ കാണാൻ അങ്ങിൽ നിറയാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. സകല വിശുദ്ധരെ, മോക്ഷവാസികളെ, യേശുവിൽ നിന്ന് നോട്ടം തിരിക്കുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ നിങ്ങൾ കാരണമാകരുതേ. ഞങ്ങളെ സഹായിക്കുന്നവരായി സകല വിശുദ്ധരെ നിങ്ങൾ മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി യാചിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.